ഞാൻ ഹരിയേറ്റുമാനൂർ. ഞാൻ എഴുതിയ പുസ്തകമാണ് KG സേതുനാഥ്, സാഹിത്യത്തിലെ സവ്യസാചി. കൈനിക്കര കുമാരപിള്ള, N. കൃഷ്ണപിള്ള, NN പിള്ള, തോപ്പിൽവാസി തുടങ്ങിയ മഹാപ്രതിഭകളെപ്പോലെ ആകാൻ ആഗ്രഹിച്ചു നടക്കാതെ പിൻവാങ്ങിയ ഒരാളാണെന്ന് സ്വയം വിശേഷിപ്പിച്ച സേതുനാഥ് അവരുടെ പിന്നിൽ രണ്ടാമത്തെ പടിയിൽ നിലയുറപ്പിച്ചു എന്ന് സമാധാനിച്ചിട്ടില്ല. നാടകമെന്ന സാംസ്കാരിക മാധ്യമം കൈവിടാൻ ഒരുക്കവും അല്ലായിരുന്നു. 10ാം വയസ്സിലാണ് ആദ്യമായി നാടകം കാണുന്നത്. ഇത് എത്ര നാളുകൊണ്ടാണ് എഴുതിയത്? ഇതൊരു 3 മാസം എടുത്ത് കാണും. കാരണം വെച്ചാൽ ഇദ്ദേഹത്തെക്കുറിച്ചുള്ള ജീവചരിത്രം എഴുതാൻ വേണ്ടിയിട്ട് ഇദ്ദേഹത്തിനെ കുറിച്ചുള്ള ഓർമ്മകൾ പലരിൽ നിന്ന് സമ്പാദിക്കുകയും ഇദ്ദേഹത്തെക്കുറിച്ച് ഇദ്ദേഹം എഴുതിയിട്ടുള്ളതായ പഴയ മാസികകളും പത്രത്താളുകളുമൊക്കെ പലയിടത്തും ചിതലെടുത്ത് കിടന്നത് എടുത്ത് കൊണ്ടുവന്ന് സംശുദ്ധീകരിച്ച് അതിൽ നിന്നും ആണ് ഈ ഒരു സാഹിത്യ സംരംഭം ഞാനിവിടെ നടത്തിയിരിക്കുന്നത്. ഞാൻ സുകേഷാണ്. എൻ്റെ അച്ഛൻ്റെ ചേട്ടൻ്റെ ശതാബ്ദി ആഘോഷത്തിന് വേണ്ടി പ്രസ് ക്ലബിൻ്റെ മുന്നിൽ നിൽക്കുന്നു. KG സേതുനാഥ് എന്ന വലിയച്ഛൻ എഴുതിയ കുടുംബിനി എന്ന ആദ്യത്തെ സിനിമയാണ്. കഥ തേടി നിർമ്മാതാവായ PA തോമസ് സമീപിച്ചപ്പോൾ കുടുംബിനി എന്ന നോവലിന് സേതുനാഥ് കൊടുത്തത് 1964 തോമസ് പിക്ചേഴ്സിൻ്റെ ബാനറിൽ നിർമ്മിച്ച ചിത്രം PA തോമസും ശശികുമാറും ചേർന്നാണ് സംവിധാനം ചെയ്തത്. മറ്റൊരു പ്രശസ്ത നോവലിസ്റ്റായ കാനം EJ ആണ് തിരക്കഥ എഴുതിയത്. KG സേതുനാഥിൻ്റെ ഏറ്റവും ഇളയ മകൻ സാന്ദീപ്. എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പരിപാടിയിലേക്ക് കിടക്കുക. ശ്രീ TP ശാസ്ത്രമംഗലം സാർ, സുരേന്ദ്രന്റെ മകൻ. സൗഭാഗ്യദായക ശരണം തവ ചരണം, ശബരിഗീശ്വര സൗഭാഗ്യദായക ശരണം തവ ചരണം. അദ്ദേഹം രചിച്ച ഒരു ഗാനം ഇവിടെ നമ്മൾ കേട്ടത്, നമ്മൾ എത്രയോ വർഷമായിട്ട് കേൾക്കുന്ന പാട്ടാണ്. അപ്പോൾ ഇതുപോലുള്ള സാഹിത്യ സൃഷ്ടികൾ നമ്മുടെ സാഹിത്യ മണ്ഡലത്തെ കൂടുതൽ സമ്പുഷ്ടമാക്കാൻ അദ്ദേഹം വളരെ പ്രയത്നിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട്. പക്ഷേ അദ്ദേഹം ഏറ്റുമാനൂരിലാണ് അദ്ദേഹത്തിൻ്റെ താമസം. അദ്ദേഹത്തിൻ്റെ അതായത് KG സേതുനാഥ് എന്ന വ്യക്തിയുടെ മാനസപുത്രനായിട്ടാണ് ശ്രീ ഹരിയേറ്റുമാനൂർ. 1 വർഷം ആകുമ്പോഴെങ്കിലും നമുക്ക് അതിലേക്ക് ശതാബ്ദിയിലേക്ക് കടക്കുന്ന സമയത്തെങ്കിലും നമുക്ക് അതിലേക്ക് വരണം. സമയത്ത് പുസ്തകത്തിൽ പറയുന്നത് പോലെ ശീർഷകം പോലെ ശ്രീ KG സേതുനാഥ് സാഹിത്യത്തിലെ സവ്യസാചി. ശരിക്കും സവ്യസാചി എന്ന ആ വാക്കിന്റെ അന്തസത്ത തീർത്തും പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തിത്വമായിരുന്നു, ഒരു പ്രതിഭയായിരുന്നു ശ്രീ KG സേതുനാഥ്. സാഹിത്യത്തിലെ സവ്യസാചി എന്ന പുസ്തകം ഏറ്റുവാങ്ങുന്ന ശ്രീ സനിൽകുമാർ,
ശ്രീ കൈമാപ്പറമ്പൻ ഉണ്ടായിരുന്നു. ശ്രീ TN ഗോപിനാഥൻ നായർ അന്ന് അവിടെയുണ്ട്. പ്രിയപ്പെട്ട ജഗതി NK ആചാര്യയുണ്ട്. KG സേതുനാഥുണ്ട്. ഗംഗാധരൻ നായരുണ്ട്. വീരരാഘവൻ നായരുണ്ട്. സരസ്വതമ്മ ചേച്ചിയുണ്ട്. TP രാധാമണിയുണ്ട്. അതുപോലെ പ്രിയപ്പെട്ട CS രാധാദേവിയുണ്ട്. KG ദേവകിയുമുണ്ട്. എല്ലാ പേരുകളും എനിക്ക് മനപ്പാടാണ്, പ്രത്യേകിച്ച് എഴുതി പറയേണ്ട ആവശ്യം ഇല്ല എന്നാണ്. കാരണം കൃത്യമായി റേഡിയോ കേൾക്കുന്ന ഒരു പാരമ്പര്യമുള്ള വീട്ടിലാണ് ഞാൻ വളർന്നത് എന്നുള്ളത് കൊണ്ട് രാവിലെ എഴുന്നേൽക്കുന്നത് അടുക്കളയിൽ നിന്ന് അത്യാവശ്യമായ കഥകളോ തിരക്കഥകളോ നാടകങ്ങൾ ഇതിഹാസം, വേനൽ, പിന്നെ നാടകങ്ങൾ ഓർമ്മയില്ല. ശൂന്യാകാശം എന്ന് പറഞ്ഞ നാടകം അച്ഛൻ മാത്രം സ്റ്റേജിൽ നിൽക്കുകയും ബാക്കി എല്ലാ പാർട്ടിസിപ്പൻസും സ്റ്റേജിൽ നിന്നാണ് വന്നുകൊണ്ടിരുന്നത്. രംഗത്തെയും സിനിമാ രംഗത്തെയും പ്രമുഖന്മാരെ പരിചയപ്പെടുന്നത് KG സേതുനാഥൻ്റെ വീട്ടിൽ വെച്ചാണ്. ഞാൻ നിക്കർ പ്രായത്തിലാണ് അവിടെ പോയി തുടങ്ങി. ചിറ്റപ്പനെ കാണാൻ പോകും. അവിടെ വിടേ അവന് വലിയ കൊടു എന്ന് പറയും. ദൂരെ നിന്ന് കാണുന്നില്ല ആരെയും. പിന്നെ അടുത്ത് പോയി ഉടക്ക് അപ്പം മുണ്ട് തേക്കാൻ നോക്കില്ല, പിടിക്കാൻ ആരുമില്ല. ഇവിടെ ഇതോ ഒരുത്തം വരണം കേട്ട. റേഡിയോയിൽ ഏറ്റവും കൂടുതൽ കേട്ട പേര് KG സേതുനാഥിൻ്റെതാണ്. ചിലർ എന്തെഴുതിയാലും അതിനകത്ത് ഒരു അഗ്നിസ്ഫുലിംഗം, തീപ്പൊരി കാണുമെന്ന് നമുക്കറിയാം. വാതിൽക്കലെത്തുന്ന നേരം ചിരിക്കുന്ന വാസന്റെ പൂവാണു ഭാര്യ. അപ്പം വേണ്ട, ഞങ്ങൾ കൊണ്ടുനടന്നു. അപ്പനെ കൊണ്ട് ബെറ്റി കിടത്തിയിട്ട് പോകും. ഇത് കണ്ടിട്ട് ഈ കൂട്ടുകാർ പറഞ്ഞാണ്, സാറിൻ്റെ ഭാര്യ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ചിന്തിക്കാൻ വയ്യ. ഞാൻ കുടിച്ചിട്ട് ചെന്നാൽ ട്രെയിനിൽ കൂടെ പായും തലേണയും വരും.